അപ്പോൾ നമ്മൾ +2 ചാപ്റ്റർ 28 വരെയാണ് എടുത്ത് നിർത്തിയത് അല്ലേ. റിസപ്ഷനിസ്റ്റ്, മേക്കിംഗ് ടെലിഫോൺ കോൾസ്, ഇത് രണ്ടുമാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്ന ചാപ്റ്റേഴ്സ്. സോ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ 29 ആണ് കൺട്രോളിങ് സ്ട്രാറ്റജീസ് ആൻഡ് ഔട്ട് ഗോയിങ് കോൾസ്. അതായത് നമ്മളൊരു കോൾസ് കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 29. അതിൽ വരുന്നത് 4 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ കോളേഴ്സ് കീപ് ദ ടെലിഫോൺ ലൈൻസ് നീഡ്ലെസ്ലി എൻഗേജ്ഡ്? എങ്ങനെയാണ് ഈ കോളേഴ്സ് ആവശ്യമില്ലാതെ ഫോൺ കോൾസ് എൻഗേജ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, ഓഫൺ കോളേഴ്സ് ടെൻഡ് ടു ചാറ്റ്, talk irrelevantly and keep the telephone lines needlessly engaged. അതായത് ഒരു പ്രവണത, ചാറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണതയുള്ള കോളേഴ്സ് എന്ത് ചെയ്യുന്നു, ഇറലവൻ്റിലി ഒരു ആവശ്യമില്ലാത്ത പ്രസക്തമല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ടെലിഫോൺ ലൈൻസ് എൻഗേജ് ആകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ? അപ്പോൾ നിങ്ങളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. ആൻസർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് യു വാണ്ട് ടു, ഹൗ to say it briefly and directly without giving offense. അതായത് ഇതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നമുക്ക് പറയാനുള്ളത് അത് കൃത്യമായും ചുരുക്കിയും പറയുക. അതായത് ഒരു ഒഫൻസും ഒരു ഇടപാടോ അല്ലെങ്കിൽ ഒരു കുറ്റകരം ഒന്നും കൊടുക്കാതെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള പോയിന്റ് അത് കൃത്യമായി ചുരുക്കി പറയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് ആർ ദ കോമൺ പ്രോബ്ലംസ് വൺ ഫേസസ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഫോൺ? അതായത് ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ ഫോൺ സംടൈംസ് ദർ ആർ ഡിസ്റ്റർബിംഗ് സൗണ്ട്സ് ആൻഡ് നോയ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ഡു നോട്ട് അലൗ വൺ ടു ഹിയർ ദ മെസ്സേജ്. Also, sometimes we are unable to understand what the caller wants to convey us. In that situation, we must request the caller to repeat his message again and also repeat the same if any mistake is found. It must be at once corrected. അതായത് നമ്മൾ ഒരാളുടെ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനൊപ്പം വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബിങ് സൗണ്ട്സ്, പിറകിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടാവാം, നോയ്സസ് ഉണ്ടാവാം, ഒച്ചപ്പാടുകൾ ഉണ്ടാവാം. ദ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് അലോ ടു വൺ ഹിയർ ദ മെസ്സേജ്, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഒരിക്കലും അവർ തരുന്ന മെസ്സേജ് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ വരെ ഉണ്ടാവാം. പിന്നെയോ ചിലപ്പോൾ നമുക്ക് അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരും, അവർ നമുക്ക് തരുന്ന മെസ്സേജ് മനസ്സിലാകാതെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോളറിനോട് എന്ത് പറയണം, പ്ലീസ് റിപ്പീറ്റ് ഹിസ് മെസ്സേജ് അഗെയിൻ. അതായത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ പ്ലീസ്, എനിക്ക് കേട്ടില്ല എന്ന് പറയാം. അതായത് ഒരു തവണ ഒരു മിസ്റ്റേക്ക് കണ്ടാൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ അത് കറക്റ്റ് ചെയ്യുക. ഒരു മിസ്റ്റേക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ ആ മെസ്സേജ് ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി പറയുക. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്നത് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോഴാണ് എന്നാണ് പറയുന്നത് ടെലിഫോൺ ആവുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 4, what are the solutions of disturbance which occur while communicating through phone? അതായത് ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസുകൾക്ക്, അതായത് ശല്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ എന്താണെന്നാണ് ചോദ്യം. ആൻസർ, റിസപ്ഷനിസ്റ്റ് അറ്റ് റിസർവേഷൻ ആൻഡ് ക്യാൻസലേഷൻ കൗണ്ടേഴ്സ്, ന്യൂസ് പേപ്പർ ഓഫീസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. അതായത് often need exact details on several heads to note down all this while attending other tasks. So to keep control over the conversation, one must do following. അതായത് റിസപ്ഷനിസ്റ്റ്, അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവുമല്ലോ, ഈ റിസർവേഷൻ സെൻറ്ററുകൾ, ക്യാൻസലേഷൻ സെൻറ്ററുകൾ, അതേപോലെ ഹോസ്പിറ്റൽസ്, ഓഫീസ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ റിസപ്ഷനിസ്റ്റുകൾ ഉണ്ടാവാം. അതായത് അത് അവർ എന്ത് ചെയ്യണം, അവർക്ക് മെസ്സേജ് കൃത്യമായിട്ട് അവരത് മുകളിലേക്ക് എത്തിക്കുകയും വേണം. സോ അവർ ഒരു ടാസ്ക്കാണ് അവർക്ക് ഈ മെസ്സേജ് കൃത്യമായിട്ട് കിട്ടുക എന്നുള്ളത്. സോ അവരതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അല്ലേ. ഇനി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ആസ്ക് ദ അതർ പേഴ്സൺ ടു റിപ്പീറ്റ് ദ ഫാക്ട്സ്. സെക്കൻഡ് വൺ, ആസ്ക് ദ അതർ പേഴ്സൺ ടു സ്ലോ ഡൗൺ. തേർഡ് വൺ, ask the other person to spell his or her name or place names in address. Fourth one, ask the information in required order. Fifth one, last one, make a checklist of points before making call. എന്തൊക്കെയാണ് 5 കാര്യങ്ങൾ? ആസ്ക് ദ അതർ പേഴ്സൺ ടു റിപ്പീറ്റ് ദ ഫാക്ട്സ്, അതായത് പറഞ്ഞ കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറയാം. സെക്കൻഡ്, ആസ്ക് ദ അതർ പേഴ്സൺ ടു സ്ലോ ഡൗൺ, സ്ലോ ആയിട്ട് മെല്ലെ പറയാൻ നമുക്ക് പറയാം, ശബ്ദം താഴ്ത്തിയല്ല പറയുന്നതിൻ്റെ സ്പീഡ് കുറച്ച് പറയാം.
തേർഡ് വൺ, ആസ്ക് ദ അതർ പേഴ്സൺ ടു സ്പെൽ ഹിസ് ഓർ ഹെർ നെയിം ഓർ പ്ലേസ് നെയിംസ് ഇൻ അതായത് അവർ പറയുന്ന അവരുടെ പേരിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ സ്പെല്ലിങ്ങിലൂടെ, അതായത് അങ്ങനെ സ്പെല്ലിങ്ങിലൂടെ ഒരു അക്ഷരം പറഞ്ഞിട്ട് നമുക്ക് പറയാം. ആസ്ക് ദ ഇൻഫർമേഷൻ റിക്വയർഡ്, അതായത് ഓർഡറിൽ കൃത്യമായിട്ട് പറയാം. പിന്നെ മേക്ക് എ ചെക്ക് ലിസ്റ്റ് ഓഫ് പോയിന്റ്സ് ബിഫോർ, അതായത് ഒരു കോൾ ചെയ്യുന്നതിന് മുന്നേ കൃത്യമായിട്ട്, അതായത് അവരോട് ചോദിക്കേണ്ട പോയിന്റുകൾ മേക്ക് ചെയ്ത ശേഷം കോൾ ചെയ്യുക. ഇങ്ങനെ 5 കാര്യങ്ങളിലൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന മെസ്സേജ് കൃത്യമായി കൺവേ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ചാപ്റ്റർ 29 നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.